ഇന്ന് ഞാൻ വിചാരിച്ച് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനേ. അപ്പം എന്തെല്ലാന്ന് സുഖം എല്ലാവർക്കും രാവിലെ തന്നെ എന്താക്കി കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടായി. നമ്മൾ ഇന്നലെ വീറ്റ് നൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ. അപ്പം അധികം സാധനം ഒന്നും അതിന് ഇട്ടിട്ടുണ്ടായില്ലേ. അപ്പം ഇന്ന് രാവിലെ അത് കുറച്ച് ഉണ്ടായതുകൊണ്ട് രാവിലെ അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും മനിയത്തിയൊക്കെ അത് ഫുഡ് കൺട്രോളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിനത്തേക്ക് ലേശം ടൊമാറ്റോ സോസും അതേപോലെ സോയാ സോസും ഇട്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഡെയിലി ഗ്രീൻ ടീ കുടിക്കലുണ്ട് കേട്ടോ. ഇത് ഉപ്പ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ മറ്റും വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഉപ്പ 2-3 വട്ടം കഴിച്ചില്ല. പിന്നെ ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് രാവിലെ അങ്ങ് കഴിക്കൂട്ടാം. ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി നല്ല നെയ്പ്പത്തിലും അതേപോലെ തേങ്ങ അരച്ച് വെച്ച് അയിലക്കറി അതിനോട്ടാ. ഞാൻ ഡയറ്റിലായതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ അതിന് ബദൽ അത് അതിനോട്ടാ കഴിച്ച്. അതിനിടയ്ക്ക് ഞാൻ എന്താ ഗ്രീൻ ടീയിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിനെ. ചാവുന്ന നന്നായിട്ട് തണിഞ്ഞ് കഴിഞ്ഞപ്പോൾ കളറൊക്കെ മാറൂലേ. അപ്പം എന്നിട്ട് ഞാൻ അതെടുത്ത് കുടിക്കൽ. ഗ്രീൻ ടീ ഒന്നും കുടിച്ചാൽ വെയിറ്റ് ലോസ് ഒന്നും നടക്കൂല കേട്ടോ. പക്ഷെ നല്ലൊരു റിഫ്രഷിങ് ആണ്. അതിന് മുന്നേ ഞാൻ നന്നായിട്ട് വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നൂഡിൽസ് എടുത്ത് അതങ്ങ് ചൂടാക്കിയിട്ടുണ്ടായില്ലേ. അപ്പോൾ അതും പോയിരുന്ന് കഴിച്ച്. പിന്നെ ഇന്ന് മോളെ അംഗൻവാടിയിൽ അയക്കാൻ വേണ്ടി ഓളെ വേഗം കുളിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിനെ. ഇന്നലെ വൈകുന്നേരമല്ല തല കുളിച്ചിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഓളെ തല കുറച്ച് എന്താ പറയുക കുറച്ച് പാറിയിട്ടൊക്കെ ഇതിനുണ്ടായിരുന്നു. അപ്പം എന്താ ഈ ഒരു ഓയിൽ റീപ്ലേസ്മെൻറ്റിൻ്റെ ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തേച്ച് കൊടുത്തിട്ടേനും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നതാ ഉടുപ്പ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉടുപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് കൊണ്ടാക്കിയത്. അങ്ങനെ മോൾ അംഗൻവാടിയിലെല്ലാം കൊണ്ടാക്കിയതിന് ശേഷം നമ്മളൊന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് പോയിട്ടുണ്ടായിനെ. പ്രത്യേകിച്ചൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിനെ. നേരെ പോയിട്ടുണ്ടായത് സെഞ്ചുറിയിലേക്കേനും. അപ്പോൾ അവിടെ പോയപ്പോൾ അനിയത്തിയാണെങ്കിൽ ഒക്കെ ടോപ്പ് അടിക്കാൻ വേണ്ടി തുണി വാങ്ങുന്നുണ്ടായിനെ. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ കുറച്ച് 2-3 സാധനമൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിനും ചെയ്തിട്ടുണ്ടായേ. എന്നിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായത് താഴെ മാർക്കറ്റിലേക്ക് കേട്ടോ. അന്നെന്ന് വെച്ചാൽ കുറച്ച് ബീഫ് വാങ്ങാനേനു കേട്ടോ. എനിക്ക് ബീഫ് അത്ര ഇഷ്ടമില്ല, പക്ഷേ ഞാൻ കേക്കൊക്കെ ചെയ്യും. അങ്ങനെ അവിടെ നിന്നും കുറച്ച് സാധനമൊക്കെ വാങ്ങി നേരെ മേലേക്ക് പോയിനെ. അപ്പോൾ ഇതിൻ്റെ മേലെ ആയിട്ടും ഒരു പച്ചക്കറി പീടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കപ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കണ്ടേരം വാങ്ങിയതാ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി. പിന്നെ ആയുർവേദം മരുന്ന് ഷോപ്പിൽ പോയിട്ടുണ്ടായിനെ. അപ്പോൾ അവിടെ നിന്ന് കൊതുകുതിരിയും പിന്നെ പുകയ്ക്കുന്ന 2-3 സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ നേരെ ബേക്കറി പോയപ്പോൾ അവിടെ നല്ല ചൂട് പപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊരു 3 വാങ്ങിയിട്ടുണ്ടായിന്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ആടെ ഒരു പച്ചക്കറി പീടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങി നേരെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പോയപാടെ നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ടായിനെ. അപ്പം വേഗം അതിനകത്ത് കയറിയിരുന്ന് ഞാനും ഹലബേബിയും സൈഡിലാണ് ഇരുന്നത്. എൻ്റെ മോളെ പിന്നെ ഞാൻ രാവിലെ അംഗൻവാടി കൊണ്ടാക്കിന് കേട്ടോ. ഹലബേബി ആണെങ്കിൽ കാറ്റ് കൊണ്ടിട്ട് ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിൽ വന്നിട്ട് വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല. അപ്പം തന്നെ പപ്സ് വാങ്ങിയത് ഓർമ്മയുണ്ടായത്. അപ്പം എന്താ നമ്മൾ പപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സാധനം എന്താ അറിയോ, ഈ പുല്ല് പറിക്കൂലേ. അപ്പം അത് ഈ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മാന്തിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പുല്ല് മാന്തി സാധനമാണ് കേട്ടോ. ഇതിന് 4 പല്ലാന്നേ ഉള്ളത്. അത് കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിനെ. അതാണ് ഞാനിപ്പോൾ ഈ കാണിച്ചത്. അങ്ങനെ 3 പപ്സിൽ ഏറ്റവും നല്ല പപ്സ് ഏതാണെന്നാണ് കേട്ടോ ഞാനിപ്പോൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇല്ലേന്ന് വെച്ചാൽ നല്ലൊന്ന് നോക്കി എടുത്തിട്ടുണ്ടായിന്. ബാക്കി മോശമെന്നല്ല കേട്ടോ പറയുന്നത്, ഇതിന് കുറച്ചധികം വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങ് എടുത്ത് പിന്നെ ആണെങ്കിൽ നമുക്ക് പപ്സ് ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം എല്ലാം മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ കൂട്ടി കഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം. നിങ്ങളിങ്ങനെയാണോ കഴിക്കുന്നതെന്ന് പറയണേ. ഒരു ഫുഡ് കഴിക്കുന്നതെന്ന് ആൾക്കാരെ കാണിക്കുന്ന ഒരേ ഒരു ഭക്ഷണം ഈ ഒരു പപ്സ് മാത്രമാണ് കേട്ടോ. ഡയറ്റിലാണ്, അതുകൊണ്ട് തന്നെ പപ്സ് കഴിക്കണം എന്നുണ്ടായില്ല. പക്ഷേ എങ്കിലും ഞാൻ ഈ പോഷൻ കൺട്രോളും അതേപോലെ കാലറി ഡെഫിഷ്യൻ്റായിട്ട് അങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സീനൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ കഴിച്ച് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പപ്സിൻ്റെ ഒരു ഭാഗം വേറെയും മസാല വേറെയും മുട്ട വേറെയാക്കി വെച്ചിട്ടുണ്ടായിനെ. അങ്ങനെ അതെല്ലാം കേട്ട് നേരെ മോളെ അംഗൻവാടി പോയിട്ടുണ്ടായിനെ. അങ്ങനെ ഓളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓളാണെങ്കിൽ പിന്നെ ഉമ്മിൻ്റെ വൈകുന്നേരം പത്താസ് ഉണ്ടാക്കിന് കേട്ടോ. അപ്പം അതും കുറച്ച് കഴിച്ച് എന്നാലും ഇപ്പോൾ രാത്രിക്ക് മക്കൾക്കെല്ലാം ഫുഡെല്ലാം കൊടുത്ത് പിന്നെ വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല. പിന്നെ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് പിന്നെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇതാ ഈ ഒരു ക്രീമും തേച്ച് കിടന്നുറങ്ങി. അപ്പം ഇത്രയുള്ളൂ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.